ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ജയിക്കുന്നതാണ്. എങ്കിൽ വിജയം നിങ്ങളുടേതാണ്. ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് ഒരു കടമയാണ്. അല്ലാത്ത പക്ഷം മനസ്സിനെ ശക്തവും വ്യക്തവുമായി നിലനിർത്താൻ നമുക്ക് കഴിയില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തി ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. നിനക്ക് സമയമുണ്ട് എന്ന തോന്നലാണ് പ്രശ്നം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ചിന്തകളാൽ രൂപപ്പെട്ടിരിക്കുന്നു. നാം ചിന്തിക്കുന്നത് പോലെ ആയിത്തീരുന്നു. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ സന്തോഷം ഒരിക്കലും വിട്ടുപോകാത്ത നിഴൽ പോലെ പിന്തുടരുന്നു. സ്വയം തുറന്നിരിക്കട്ടെ, ജീവിതം എളുപ്പമാകും. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കരുത്. നമ്മളല്ലാതെ മറ്റാരും നമ്മെ രക്ഷിക്കുന്നില്ല. ആർക്കും കഴിയില്ല, ആർക്കും സാധ്യമല്ല. നാം തന്നെ പാതയിലൂടെ സഞ്ചരിക്കണം. ആകാശത്തിൽ കിഴക്കും പടിഞ്ഞാറും വേർതിരിവില്ല. ആളുകൾ സ്വന്തം മനസ്സിൽ നിന്ന് വേർതിരിവുകൾ സൃഷ്ടിക്കുകയും അവ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. 1000 പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ്. മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ആയിത്തീരുന്നു. സ്വയം ജയിക്കുക എന്നത് മറ്റുള്ളവരെ കീഴടക്കുന്നതിനേക്കാൾ വലിയ കടമയാണ്. നല്ല ആരോഗ്യം ആസ്വദിക്കാൻ, ഒരാളുടെ കുടുംബത്തിന് യഥാർത്ഥ സന്തോഷം കൊണ്ടുവരാൻ, എല്ലാവർക്കും സമാധാനം കൊണ്ടുവരാൻ ഒരാൾ ആദ്യം അച്ചടക്കം പാലിക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം. സന്തോഷം നിങ്ങളുടെ പക്കലുള്ളതിനെയോ നിങ്ങൾ ആരാണെന്നുള്ളതിനെയോ ആശ്രയിക്കുന്നില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കോപത്തിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. നിങ്ങളുടെ കോപത്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അത് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല. മനുഷ്യൻ്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തു പോകും. അറിവിലൂടെ അറിവില്ലായ്മ ഇല്ലാതാകുമ്പോൾ ഭയവും ആകുലതയും അപ്രത്യക്ഷമാവും. അധാർമിക പ്രവർത്തികൾ ചെയ്യുന്നതിൽ ലജ്ജയുള്ളവരാകുക. കുറ്റങ്ങൾ ചെയ്യുന്നതിൽ ഭയമുള്ളവരാകുക. അത്യാഗ്രഹിക്ക് നേടുന്നതിനേക്കാൾ നഷ്ടമുണ്ടാകുന്നു. ബോധമുള്ളവൻ്റെ സുഹൃത്താണ് ക്ഷമ. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢിയായ മനുഷ്യൻ അതിൻ്റെ അടിമയായിരിക്കും. ദേഷ്യമുള്ളവൻ വായ തുറക്കുമ്പോൾ അയാൾ അന്ധനായി മാറുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അനുഗ്രഹീതനാണ്. മറ്റുള്ളവരുടെ ദുർഭാഷണങ്ങളിലും ദുശ്ചെയ്തികളിലും ശ്രദ്ധ പതിപ്പിക്കരുത്. മറ്റുള്ളവർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. മോഹിച്ചത് കിട്ടണമെന്നില്ല. പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും.
ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താൻ കഴിയില്ല. ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേയുള്ളൂ. തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു. നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. മറ്റൊരാളുടെ കണ്ണു നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കുണ്ടാകണം. മറ്റുള്ളവർ അനുഭവിച്ചത് നമ്മൾ അനുഭവിക്കുന്നത് വരെ നമ്മൾ ആരെയും കഠിനമായി വിധിക്കരുത്. തെറ്റ് മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അസൂയയാണ്. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കരുത് എന്നു മാത്രം. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ആരെയും വില കുറച്ചു കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം കൃത്യമായി സമയം കാണിക്കുന്നു. നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മെ തോൽപ്പിക്കാനാകില്ല. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ 1000 ആളുകൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല.